6M MLT Food and Digestive Microbiology Unit 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐസൊലേഷൻ പ്രൊഡക്ഷൻ സ്റ്റെയിൻ ഈസ് ഡൺ ഫ്രം നമ്മൾ നല്ല ക്വാളിറ്റി സ്റ്റെയിൻസ് എടുത്തിട്ടാണ് ആ ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ വേറെ പല പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റെയിൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബാക്ടീരിയ പലസിൽ നിന്ന് എടുക്കാം, നമ്മൾ സോയിലിൽ നിന്ന് എടുക്കാം, എയറിൽ നിന്ന് എടുക്കാം, വാട്ടറിൽ നിന്ന് എടുക്കാം. പക്ഷേ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സോയിലിൽ നിന്നുള്ള ബാക്ടീരിയ എടുക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. നമ്മൾ ബാക്ടീരിയ എടുക്കുന്ന വെച്ചാൽ എണ്ണ വളർത്തിയിട്ട് അതിൽ നമ്മൾ പല മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യും. ആൻറ്റിബയോട്ടിക്സ്, എൻസൈംസ്, ആൽക്കഹോളൊക്കെ നമുക്ക് ഉണ്ടാക്കുമെങ്കിൽ ഈ ബാക്ടീരിയ നമ്മൾ ഫർദർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, സോയിൽ. പ്രൈമറി സ്ക്രീനിങ് ഈസ് യൂസ് ടു ഈ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സിനെ നമ്മൾ ആദ്യം ഒരു സ്ക്രീൻ ചെയ്യും. ആ സ്ക്രീൻ ചെയ്യുന്നത് നമുക്ക് ഗുണമുള്ള ബാക്ടീരിയ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റെയിൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പ്രൈമറി സ്ക്രീനിങ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. സെക്കൻഡറി സ്ക്രീനിങ് ഈസ് യൂസ്ഡ് ഫോർ സെക്കൻഡറി സ്ക്രീനിങ് എന്തിനാണ്? നമ്മൾ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഉണ്ടാക്കാം, അതനുസരിച്ചുള്ള ബാക്ടീരിയ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബി ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻ. പ്യുവർ കൾച്ചർ ഇസ് ഒബ്റ്റെയിൻഡ്. നമ്മൾ ബാക്ടീരിയയുടെ പ്യുവർ കൾച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? സ്ട്രിക്കിംഗ് മെത്തേഡ്. അത് കൾച്ചർ മീഡിയയിൽ നമ്മളിങ്ങനെ ലൈൻ കൂടെ ഇങ്ങനെ വരയ്ക്കുന്നതിന് സ്ട്രിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം കൾച്ചർ മീഡിയ അല്ലെങ്കിൽ അഗാർ പ്ലേറ്റിലാണ് നമ്മൾ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം അതിനാണ് സ്ട്രിക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. എൻറിച്ച്മെന്റ് കൾച്ചർ ടെക്നിക്ക് സെലക്ട്സ്. എൻറിച്ച്മെന്റ് കൾച്ചറിൽ ചില ആ കൾച്ചറിൽ ബാക്ടീരിയ ഗ്രോ ചെയ്യാനുള്ള ചില സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ടീരിയ മാത്രമേ അതിനകത്ത് ഗ്രോ ചെയ്യുള്ളൂ, വേറെ ഒന്നും ഗ്രോ ചെയ്യില്ല. അപ്പം ഡിസൈഡ് മൈക്രോബ്സ് ആണ് ആൻസർ ബി ആണ്. ഇൻഡസ്ട്രിയൽ സ്ട്രെയിൻസ്, അതൊക്കെ വലിയ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്ടീരിയ സെലക്ട് ചെയ്യും. അപ്പോൾ ഹൈ ഈൽഡുള്ള ബാക്ടീരിയ നമുക്ക് സെലക്ട് ചെയ്യുന്ന ആൻസർ ബി ആണ്. കാരണം ലാർജ് സ്കെയിലിൽ നമുക്ക് പ്രൊഡക്ഷൻ വേണ്ടുന്നതാണ്. ആൻസർ ബി ആണ്. മ്യൂട്ടേഷൻ ഇംപ്രൂവ് സ്റ്റെയിൻ. മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ജനറ്റിക് ചേഞ്ച് ആണ്. പെട്ടെന്നൊരു ജനറ്റിക് ചേഞ്ച് ഒരു ബാക്ടീരിയയിൽ ഒരു ഓർഗാനിസത്തിൽ വരികയാണെങ്കിൽ അതിനെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഓർഗാനിസസിന് നമ്മൾ മ്യൂട്ടേഷൻ ചെയ്യും, അതിന് ജനറ്റിക്കായിട്ട് മാറ്റങ്ങൾ വരുത്തും. എന്തിനാണ്? അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി, നമുക്ക് ലാർജ് സ്കെയിലിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അൾട്രാവയലറ്റ് റേസോ എക്സ്റേസോ അല്ലെങ്കിൽ കെമിക്കൽ ഏജൻറ്റ്സ്, നൈട്രസ് ആസിഡ്, ഇഥിലിൻ, മിഥൈൻ, സൾഫോനേറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ചേഞ്ചസ്, ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മൈക്രോ ഓർഗാനിസം കിട്ടാനും അതിൻ്റെ പ്രൊഡക്ഷൻ നന്നാവാനും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. UV റേഡിയേഷൻ കോസസ്. അൾട്രാവയലറ്റ് റേഡിയേഷൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മ്യൂട്ടേഷൻ ഉണ്ടാവും. ഈ ഇതിൽ ഓർഗാനിസത്തിൽ ജനറ്റിക് ചേഞ്ച് ഉണ്ടാവും അൾട്രാവയലറ്റ് റേസ് യൂസ് ചെയ്യുമ്പോൾ. ആൻസർ ബി ആണ്. ജനറ്റിക് മോഡിഫിക്കേഷൻ ഇൻവോൾവ്സ്. ജനറ്റിക് മോഡിഫിക്കേഷൻ DNA ലെവലിൽ ഒരു മാറ്റമാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, DNA ഓൾട്ടറേഷൻ. റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ഫോർ. റീകോംബിനന്റ് DNA എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗാനിസം DNA എടുത്ത് വേറെ ഓർഗാനിസം DNAയിൽ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് റീകോംബിനന്റ് എന്ന് പറയുന്നത്. അതിന് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയും. അപ്പം നമ്മൾ പല മോളിക്യൂൾസും ഉണ്ടാക്കാൻ അത് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് റീകോംബിനന്റ് DNA ടെക്നോളജി. ഇപ്പോൾ ആൻസർ ബി ആണ്. പ്രിസർവേഷൻ ഓഫ് സ്റ്റെയിൻസ് ഇസ് ഡൺ ബൈ. എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് സെലക്ട് ചെയ്തെടുത്ത ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫ്രീസിങ് മെത്തേഡാണ്. വളരെ ലോ ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്ത് വെക്കുന്നു. ലയോഫിലൈസേഷൻ മീൻസ് അത് ഫ്രീസ് ഡ്രൈയിങ് ആണ്. ഫ്രീസ് ഡ്രൈയിങ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് അതിൽ നിന്ന് വെള്ളം അങ്ങ് പിടിച്ചെടുക്കും. നമ്മൾ ഐസിൻ്റെ സ്റ്റേജിന് അതിനകത്ത് വേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് വെള്ളത്തിന് അതിനെ പിടിച്ചെടുക്കുന്നതിനാണ് ലയോഫിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ആൻസർ ബി ആണ്, ഫ്രീസ് ഡ്രൈയിങ്. ഗ്ലിസറോൾ ഈസ് യൂസ്ഡ് ഇൻ പ്രിസർവേഷൻ ആസ്. ഗ്ലിസറോൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യും. കാരണം ചിലപ്പം നമ്മൾ സാധനങ്ങൾ ഫ്രീസ് ചെയ്യുമ്പം പല സാധനങ്ങൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ലോ ടെമ്പറേച്ചറിൽ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ നശിച്ചു പോകാതിരിക്കാൻ
നമ്മളതിൻ്റെ ഗ്ലിസറോൾ ആഡ് ചെയ്യും. അപ്പോൾ ഗ്ലിസറോൾ ഒരു ക്രയോ പ്രൊട്ടക്റ്റൻ്റ് ആണ്. ലോ ടെമ്പറേച്ചറിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മോളിക്യൂളാണ് ഗ്ലിസറോൾ. ആൻസർ ബി ആണ്. സ്റ്റോക്ക് കൾച്ചേഴ്സ് എങ്ങനെ? സ്റ്റോക്ക് കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും, ഭാവിയിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതിന് സ്റ്റോക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ഫ്യൂച്ചർ യൂസ്. ഫെർമെൻറ്റേഷൻ മീഡിയ പ്രൊവൈഡ്സ്. ഫെർമെൻറ്റേഷൻ മീഡിയയിൽ എന്താ ഉള്ളത്? വേണ്ടുന്ന മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രൻസ് എല്ലാം ഉള്ളതാണ് ഫെർമെൻറ്റേഷൻ മീഡിയ. ആൻസർ ബി ആണ്. കാർബൺ സോഴ്സ് ഇൻ മീഡിയ. മീഡിയക്കകത്ത് കാർബണിൻ്റെ സോഴ്സ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ കാർബണാണ് അത് യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. നൈട്രോജൻ സോഴ്സ് അമോണിയം സോൾട്ട്സ് ആണ്. അതിൽ ആണ് മീഡിയത്തിന് നൈട്രോജൻ കിട്ടുന്നത്. ഐഡിയൽ മീഡിയ ഷുഡ് ബി. ഐഡിയൽ മീഡിയ വെച്ചാൽ നമ്മൾ ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ നമുക്ക് ചീപ്പായിട്ടുണ്ടായിരിക്കണം. വലിയ അളവിൽ നമുക്ക് പ്രൊഡക്ഷൻ വേണമെങ്കിൽ മീഡിയ ചീപ്പായെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യലി വയബിൾ ആവുള്ളത്. ആൻസർ ബി ആണ്. സ്റ്റെറിലിറ്റി ഓഫ് മീഡിയ ഇസ് ഇമ്പോർട്ടൻറ്റ്. മീഡിയ എപ്പോഴും സ്റ്റെറൈൽ ആയിരിക്കണം, കാരണം അതിനകത്ത് വേറെ ഓർഗാനിസംസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടാമിനേഷൻ വരും. അപ്പോൾ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റെറിലിറ്റി വേണം. ബി ആണ്. pH of fermentation media. ഫെർമെൻറ്റേഷൻ മീഡിയയുടെ pH കറക്റ്റ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ബാധിക്കും. നമ്മൾ ഫെർമെൻറ്റേഷൻ മീഡിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതൊരു സൊല്യൂഷനാണ് ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ലൈക്ക് ആൽക്കഹോൾ, എൻസൈംസ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മീഡിയ വേണം. അതാണ് ഫെർമെൻറ്റേഷൻ മീഡിയ. ഇപ്പോൾ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മീഡിയയാണ് ഫെർമെൻറ്റേഷൻ മീഡിയ. ആൻസർ ബി ആണ്. ടെമ്പറേച്ചർ എഫക്ട്സ്. ടെമ്പറേച്ചർ കൊണ്ട് ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി, മൈക്രോബിയൽ ആക്ടിവിറ്റി ബാധിക്കും. ആൻസർ ബി ആണ്. കോമൺ സബ്സ്ട്രേറ്റ് ഇൻ ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോമൺ ആയിട്ടുണ്ടാകുന്ന സബ്സ്റ്റൻസ് എന്താണ്? അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്. കാരണം സാധാരണ നമ്മൾ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷുഗർ കെയിനിൽ നിന്ന് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ബ്രൗൺ കളർ ലിക്വിഡ് ഉണ്ടാവും. അതിനാണ് മൊലാസിസ് എന്ന് പറയുന്നത്. അതൊരു കോമൺ സബ്സ്ട്രേറ്റ് ആണ് ഫെർമെൻറ്റേഷൻ. മൊലാസിസ് ഇസ് റിച്ച് ഇൻ. മൊലാസിൽ മെയിൻലി ഷുഗർ കണ്ടന്റ് ആണ് ഉള്ളത്. ബി. വേ ഈസ് യൂസ്ഡ് എസ്. വേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പാലിൽ നിന്ന് ചീസ് അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കുമ്പോൾ അതിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലിക്വിഡിനാണ് വേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചീസ് ഉണ്ടാക്കുമ്പോൾ പാലും ചീസ് സെപ്പറേറ്റ് ആകുമ്പോൾ ഒരു ലിക്വിഡ് പുറത്ത് വരും. ആ ലിക്വിഡിനാണ് വേ എന്ന് പറയുന്നത്. അപ്പം വേ നല്ലൊരു മൈക്രോബ്സിന് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡാണ്. അപ്പോൾ അതിനൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻസർ ബി ആണ്. അജിറ്റേഷൻ ആൻഡ് ഫെർമെൻറ്റർ. അജിറ്റേഷൻ എന്തിനാണ്? ഫെർമെൻറ്ററിനകത്ത് നമ്മളിങ്ങനെ അതിനായിട്ട് ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. ഏരിയേഷൻ പ്രൊവൈഡ്സ്. ഏരിയേഷൻ അത് എയർ നമ്മൾ കടത്തിവിടുന്നത് അതിന് വേണ്ടുന്ന ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. ബാച്ച് ഫെർമെൻറ്റേഷൻ. ബാച്ച് ഫെർമെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് പ്രോസസ്സാണ്. തുടക്കത്തിൽ തന്നെ വേണ്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിനാണ് ബാച്ച് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. അപ്പം തുടക്കത്തിൽ തന്നെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ അതിനകത്തിട്ട് ആ പ്രോസസ്സിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്തൊന്നും ഇൻപുട്ട് ചെയ്യത്തില്ല. അതിനാണ് ബാച്ച് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻ ബാച്ച് ഫെർമെൻറ്റേഷൻ ന്യൂട്രിയൻസ് ആർ ഫിക്സ്ഡ് ഇനീഷ്യലി. ആദ്യമേ ഇടും, പിന്നെ നമ്മൾ ഇടയ്ക്കൊന്നും ചെയ്യില്ല. ആൻസർ ബി ആണ്, ഫിക്സ്ഡ് ഇനീഷ്യലി. കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷൻ വെച്ചാൽ ഓപ്പൺ സിസ്റ്റം ആണ്. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ. അതിനാണ് കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷൻ പറയുന്നത്. ആൻസർ ബി ആണ്. കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷൻ ഗീവ്സ്. കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷനിൽ നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ കൺട്രോൾ ഉള്ളതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. ആൻസർ ബി ആണ്. ഡൈല്യൂഷൻ റേറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡൈല്യൂഷൻ കൺട്രോൾ ചെയ്ത് പോകണം. അപ്പോൾ അത് കണ്ടിന്യൂസ് ഫെർമെൻറ്റേഷനിൽ ഡൈല്യൂഷൻ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പലതരത്തിൽ ഇടയ്ക്ക് നമ്മൾ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഡൈല്യൂഷൻ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ബി ആണ്. ഹീമോസ്റ്റാറ്റ് ഇസ് യൂസ്ഡ്. ഹീമോസ്റ്റാറ്റ് എന്തിനാണ്? ഓർഗാനിസംസ് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യണം, അതിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടണം. അതേ സമയത്ത്
യൂസ് ചെയ്ത് കഴിഞ്ഞ വേസ്റ്റായി വരുന്ന മീഡിയംസ് സെൽസ് വരുന്ന മാറ്റണം. അപ്പോൾ ആ കെമിക്കൽ കോമ്പിനേഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കെമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ആൻസർ ബി ആണ്. കണ്ടിന്യൂസ് കൾച്ചറിലാണ് നമ്മൾ കെമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. ഫെഡ് ബാച്ച് ഇസ് എ കോമ്പിനേഷൻ. അപ്പം രണ്ട് ടൈപ്പ് മെത്തേഡുണ്ട്. ഒന്ന് ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇൻവോൾവ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കണ്ടിന്യൂസ് പ്രോസസ്സ് ഉണ്ട്. അപ്പം രണ്ട് ബാച്ചും കണ്ടിന്യൂസ് രണ്ട് മെത്തേഡ്സാണ്. കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ബാച്ചിൽ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ചേഞ്ചസ് കൊണ്ടുവരുന്നില്ല. ഫെഡ് ബാച്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ബാച്ച് ആൻഡ് കണ്ടിന്യൂസ്. തുടക്കത്തിൽ ബാച്ചായിട്ട് തുടങ്ങും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഫെഡ് ബാച്ച് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഫെഡ് ബാച്ച്. ഇതിൽ ആൻസർ എ ആണ്, ബാച്ച് ആൻഡ് കണ്ടിന്യൂസ്. ഇൻഡസ്ട്രിയൽ മൈക്രോ ഓർഗാനിസം ഷുഡ് ബി. ഇൻഡസ്ട്രിയൽ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോൺ പെത്തോജനിക് ആയിരിക്കണം. കാരണം അസുഖം ഉണ്ടാക്കുന്ന ഓർഗാനിസം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് വളരെ അപകടമാണ്. കാരണം അത് അവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലേഷനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആൻസർ ബി ആണ്, നോൺ പെത്തോജനിക്. ഹൈ ഹീൽഡ് സ്ട്രെയിൻസ് ആണ്. ഹൈ ഈൽഡ് ചെയ്യുന്ന സ്ട്രെയിൻസ് എഫിഷ്യൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഒരുപാട് നമുക്കതിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻസർ ബി ആണ്. സ്ക്രീനിങ് ഇൻവോൾവ്സ്. സ്ക്രീനിങ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. സെലക്റ്റീവ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ. ചില ബാക്ടീരിയ മാത്രം നമ്മൾ അല്ലെങ്കിൽ ചില ഓർഗാനിസിനെ മാത്രം നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന മീഡിയയാണ് സെലക്റ്റീവ് മീഡിയ. ആൻസർ ബി ആണ്. സ്പെസിഫിക് മൈക്രോ. ഡിഫറൻഷ്യൽ മീഡിയ. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ പല കോളനീസിനെ നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ യൂസ് ചെയ്യണം. അത് വ്യത്യാസം അറിയാൻ വേണ്ടിയാണ്, കോളനീസിന് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ മീഡിയാസ് ഒരേ സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ കോളനീസിൻ്റെ ഗ്രോത്തിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. ആൻസർ ബി ആണ്. ഫെർമെൻറ്റേഷൻ പ്രോസസ് പ്രൊഡ്യൂസസ് യൂസ്ഫുൾ പ്രോഡക്ട്സ്. ആൻസർ ബി ആണ്. ആൻറ്റിബയോട്ടിക്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ പല ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ആൻസർ എ ആണ്. എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റേഷൻ. ആൻസർ എ ആണ്. ആൽക്കഹോൾ പ്രൊഡക്ഷൻ യൂസസ് ഈസ്റ്റ്. ആൽക്കഹോൾ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബയോളജിക്കൽ മെത്തേഡാണ്. ഈസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുന്നത്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് മീൻസ്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്താണ്? ആൻസർ ബി ആണ്, പ്രൊഡക്റ്റ് റിക്കവറി. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് വെച്ചാൽ അതിനകത്ത് പല സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് സെപ്പറേഷൻ ഓഫ് ബയോമാസ്, സെൽ ഡിസർപ്ഷൻ, എക്സ്ട്രാക്ഷൻ, പ്യൂരിഫിക്കേഷൻ, ഫിനിഷിംഗ്. സെപ്പറേഷൻ ഓഫ് ബയോമാസ് മീൻസ് നമുക്ക് സെൽസിനൊക്കെ റിമൂവ് ചെയ്യണം. ഫിൽട്രേഷൻ ഓഫ് സെൻട്രിഫ്യൂഷൻ മെത്തേഡ് വഴി സെൽസിനെ റിമൂവ് ചെയ്യുന്നതാണ് സെപ്പറേഷൻ ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. സെൽ റിസർപ്ഷന് പല സെൽസിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള പ്രോഡക്ട്സിനെ റിലീസ് ചെയ്യുന്നതിനാണ് സെൽ റിസർപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ഷൻ മീൻസ് അപ്പം നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ആ മിക്സറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. പ്യൂരിഫിക്കേഷൻ മീൻസ് ആ മിക്സറിൽ നിന്ന് പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന് പോയിട്ട് അതിനകത്തുള്ള ഇംപ്യൂരിറ്റീസ്, അതിനകത്തുള്ള മെറ്റീരിയൽസ്, വേണ്ടാത്ത കാര്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്യൂരിഫിക്കേഷനാണ്. ഫിനിഷിംഗ് മീൻസ് പിന്നെ ഡ്രൈ ചെയ്ത് പാക്ക് ചെയ്യുന്നതിനാണ്, ലേബൽ ചെയ്യുന്നതിനാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിന് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസിക്കലി നമ്മൾ പ്രോഡക്റ്റിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ്. ആൻസർ ബി ആണ്, പ്രൊഡക്റ്റ് റിക്കവറി. സ്റ്റെറിലൈസേഷൻ ഓഫ് ഫെർമെൻറ്റർ ഇസ് ഡൺ ബൈ സ്റ്റീം വെച്ചാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഇനോക്കുലം മീൻസ്. ഇനോക്കുലം നമ്മൾ കൾച്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സൊല്യൂഷനാണ്. അതിനാണ് കൾച്ചർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. സീഡ് കൾച്ചർ ഇസ് യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് ഫെർമെൻറ്റേഷൻ. തുടക്കത്തിൽ ഈ ഫെർമെൻറ്റേഷൻ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് കൾച്ചർ എന്ന് പറയുന്നത് സീഡ് കൾച്ചർ എന്ന് പറയും. ആൻസർ ബി ആണ്. ഫോം ഫോർമേഷൻ ഈസ് കൺട്രോൾഡ് ബൈ. ഈ ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പം ഏറ്റവും മേളിൽ ഇങ്ങനെ ഫോം പത പോലെ ഉണ്ടായി വരും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൻറ്റി ഫോമിങ് ഏജൻസി നമ്മൾ യൂസ് ചെയ്യും. ആൻസർ എ ആണ്. ബയോറിയാക്ടർ ഇസ് ഓൾസോ കോൾഡ് ഫെർമെൻറ്റർ. ബയോറിയാക്ടറിനകത്ത് തന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ് നടക്കുന്നത്, അതുപോലെ തന്നെ ഫെർമെൻറ്റർ എന്നും പറയാറുണ്ട്. സ്കെയിലപ്പ് മീൻസ് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ അതിനാണ് സ്കെയിലപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവ് കൂട്ടണമെങ്കിൽ
നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് സ്കെയിലപ്പ് എന്ന് പറയുന്ന ആൻസർ ബി ആണ്. ഇൻഡസ്ട്രിയൽ ഫെർമെൻറ്റേഷൻ റിക്വയർസ് സ്റ്റെറിലിറ്റി. ഇൻഡസ്ട്രിയൽ ഫെർമെൻറ്റേഷൻ നമ്മൾ സ്റ്റെറിൽ ആയിരിക്കണം, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഓർഗാനിസം മാത്രമേ ഗ്രോ ചെയ്യാൻ പോലെ വേറെ ഒന്നും കണ്ടാമിനേഷനും പാടില്ല. അപ്പോൾ ആൻസർ എ ആണ്, സ്റ്റെറിലിറ്റി. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന് എൻ്റെ നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.